എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ രാവിലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ ദിയ കൃഷ്ണയുടെ ഒരു വിഷയം. അത് കഴിഞ്ഞപ്പോഴേ ജിനുവിന്റെ വീഡിയോ കാണുന്നത് ചിരിച്ചെന്നൊരു വഴിയായി. ആദ്യമേ തന്നെ ജിനു ഇതിന്റെ അകത്ത് വീഡിയോയുടെ ആദ്യമേ ജിനു പറയുന്നുണ്ട് ഈ ഫാമിലി വ്ലോഗും റീൽസും ഒക്കെ ചെയ്യാൻ വേണ്ടി ജിനുവിന് PhD എടുത്തു. ഡോക്ടർ ജിനു ആയി. PhD FRCS MPhil ഏതാണ്ടൊക്കെ ഡിഗ്രി ഇങ്ങനെ ഒത്തിരി എടുത്തിട്ടുണ്ട് ഈ വക വിഷയങ്ങൾ. അതായത് നമ്മളിപ്പോ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഉണ്ടല്ലോ അതുപോലെ ടൈപ്പുള്ള റീൽസ് ഒക്കെ ഇടുന്ന ആൾക്കാരെയൊക്കെ റിയാക്ഷൻ എടുത്തിരിക്കുക പുള്ളിക്കാരൻ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ചിരിച്ചൊരു വഴിയായി കഴിഞ്ഞപ്പോഴാണ് ഈ റിയാക്ഷൻ എടുത്തിരിക്കുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ അവരെ കയറി ആരോ ഒന്ന് കിളവിന്ന് വിളിച്ചു. തീർന്ന കാര്യം. ആ കിളവിന്ന് വിളിച്ചതിന് വേണ്ടി ഇവര് കൊടുക്കുന്ന മറുപടി ചിരിച്ച് നമ്മളൊരു വഴിയായി തീരും. ആരെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ട് ഇത് കേൾക്കരുത്, നിറുകെ കയറും, അത്ര ഇതാ. അപ്പൊ പുള്ളിക്കാരത്തി ആദ്യം പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് സാധാരണ ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും. പിന്നീട് അങ്ങോട്ട് ഞരമ്പന്മാർക്ക് വേണ്ടിയുള്ള ഒരു സീനുണ്ട്. വളരെ മോശമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞപ്പോ ഞാനിത് റിയായിരിക്കും. എന്നാലും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ. ഇവിടെ ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ നടത്തുന്ന അശ്വിനി ആണേലും രേണുസുതി അല്ലെ അങ്ങനെയുള്ളവരൊക്കെ ആണേലും രാജരക്തമൊക്കെ ഉള്ളവരാണേലും കുറച്ച് പ്രായം കുറഞ്ഞവരാണല്ലോ. പക്ഷെ ഇത്രയും പ്രായമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അയ്യോ എന്തോ പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ കിളവിന്ന് വിളിച്ചത് എന്നെ തെറി പറയായിരിക്കും. ഏതായാലും നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. പാട്ടിനൊന്നും അങ്ങനെ കുറ്റം പറയാനില്ല. അപ്പൊ നമുക്ക് ആ പാട്ടിൽ നിന്നൊന്ന് തുടങ്ങാം. പാലാഴി കടഞ്ഞെടുത്തൊരഴകാണ് ഞാൻ, കാലിൽ കാഞ്ചന ചിലമ്പണിയും കലയാണ് ഞാൻ. ഗോപാല കൃഷ്ണ കൃഷ്ണ എന്നും തൊഴുന്നേ നിൻ ശ്രീപാദം. ഗോമേതകരത്ന തളിപുഷ്പതളകൾ ഗോപികൾ ചാർത്തുന്ന തൃപ്പാദം. സന്താന ഗോപാല കൃഷ്ണ മയിൽപീലി കതിർ ചോടും തിരുമുടി നിൻമണിയോട് കുഴലൂതും. ഇത് നന്നായിട്ട് പാടുന്നുണ്ടല്ലേ. ഇവര് സാരിയൊക്കെ എടുത്തുള്ള ഇതൊക്കെ റീൽസ് ഉണ്ട്. എന്താണ് സുജാത CK അങ്ങനെ കണ്ട ഇൻസ്റ്റയില്. അപ്പൊ സാരിയൊക്കെ എടുത്ത റീൽസ് ഉണ്ട്. പിന്നെ ഹിന്ദി പാട്ടാണ് അധികം റീൽസിന് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു 3-4 മാസം മുന്നേ ഞാൻ ഇവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഹിന്ദി പാട്ടാണ് കൂടുതൽ ലഭിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തിരുന്നു മറുനാടൻ മലയാളിയാണ്, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അങ്ങ് വിട്ടുപോയിട്ട് ഉള്ള ആളായിരിക്കും എന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരത്തി ഇപ്പൊ ചെയ്യുന്നത് വെച്ച് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇവിടോട്ട് കേരളത്തിലോട്ട് ഒരു പക്ഷെ തിരിച്ചു വരുമോ, അല്ലെ ഇനിയിപ്പോ കേരളത്തിലല്ല ബോംബെയില അങ്ങനെ അല്ലെ ഇനി വിദേശ രാജ്യങ്ങളിലൊക്കെ ആവും. പക്ഷെ കേരളത്തിലെ പെൺകുട്ടികളെല്ലാം ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷനും തുണി അഴിച്ചിട്ടുള്ള ആറാട്ടമാണ്. ഞാൻ ഇത് നേരത്തെ ചെയ്യണ്ടായിരുന്നു. വൈകി പോയില്ല, ഇപ്പഴേ അങ്ങ് ഇപ്പൊ ആണേലും അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് പുള്ളിക്കാരത്തി അങ്ങ് തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വലിയ അധ്വാനം ഇല്ലാതെ കാശ് കിട്ടുന്നല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയോടുകൂടി എന്താണ് അവിടെ ഊരി ഇവിടെ ഊരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കുഴമ്പ് തേച്ചോ എന്തൊക്കെയോ ഗോഷ്ടിയൊക്കെ കാണിച്ച് ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റ വൈറലായവരൊക്കെ ഇപ്പൊ 15 ലക്ഷമായെന്ന് പറയുന്നിട്ട്. ഇതിന് മുന്നേ നമ്മൾ അശ്വനിയുടെ കേട്ടിരിക്കുന്ന 1 കോടിയാണ്. അപ്പൊ ആർക്കൊക്കെ ആകാമെങ്കിൽ പിന്നെ എനിക്കായാൽ എന്താണെന്ന് ഇവർക്ക് തോന്നിയതായിരിക്കാം. അപ്പൊ ഏതായാലും ആ കാട്ടായം കൂടെ നമുക്കൊന്ന് കാണാം. പിന്നെ ഇത് കൂടാതെ ഇനി കുട്ടിയുടുപ്പൊക്കെ ഇട്ട് വരുന്നുണ്ട്. പേരമക്കളുടെ കുട്ടിയുടുപ്പ് ഇട്ടായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. അവർക്ക് അത് കേട്ടാ ഇഷ്ടപ്പെടില്ല കേട്ടോ. ഈ വക അഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാചകത്തിന്റെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെ കയറി കിളവിയെന്നും പറഞ്ഞ് വിളിച്ച് ഒരാള്
പോസ്റ്റ് ഇട്ട് ചെയ്തു. എന്റെ പൊന്നെ, അവർക്ക് കൊടുത്ത മറുപടി, അയാൾക്ക് കൊടുത്ത മറുപടിയാണ് ചിരിക്കാനുള്ളതായിട്ട് തോന്നിയത്. പിന്നെ ഈ കാണിച്ചത് എല്ലാം നമുക്ക് പറയാനാണ്, വിമർശിക്കാനാണ് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഇവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവര് മറുനാടൻ മലയാളിയാ. ഇവിടെ കിടന്ന മലയാളി പെൺകൊച്ചുങ്ങള് കുടുംബത്തിൽ ജനിച്ചതായിട്ടുള്ള നമ്മൾ ഈ പറയുന്ന പോലെ ഉന്നത കുലജാതരായിട്ടുള്ളവർ വരെ ഇവിടെ കിടന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗോഷ്ഠി കാണിക്കുന്നുണ്ട്. എന്നാ പിന്നെ എനിക്കായാൽ എന്താ എന്നുള്ള ഒരു ചിന്താഗതി എന്നാണ് ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നെ അത് തന്നെയല്ലാതെ നമ്മൾ മെമ്പർഷിപ്പ് വഴിയൊക്കെ കാണുന്നുണ്ട്. എന്തെല്ലാം ഗോഷ്ഠിയാണ് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയും പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ നിങ്ങൾ കമന്റിൽ ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ രേണുസുതിയെ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഇഷ്ടംപോലെ ആൾക്കാർ മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ വരുന്നില്ല, എന്നിട്ട് നിങ്ങൾ രേണുസുതിയെ മാത്രം എന്താ പറയുന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ അറിയാൻ കേൾക്കുകയില്ലാത്ത ആൾക്കാർ വന്ന് തുണി പറിച്ചിട്ടാടുന്ന മെമ്പർഷിപ്പ് ലൈവ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്, കൂണ് പോലെ മുളച്ചു വരുന്നുണ്ട്. ഹസ്ബൻഡായിട്ടുള്ള ഭർത്താക്കന്മാരുടെ അനുവാദത്തോടു കൂടി മുളച്ചു വരുന്നുണ്ട്. പക്ഷെ രേണുസുതി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പറയാനുള്ള കാര്യം, രേണുസുതിക്കാണ് ഫ്ലവേഴ്സ് ചാനലും അച്ഛനും ഫിറോസും എല്ലാവരും കൂടി വീട് വെച്ചു കൊടുത്തത്. രേണുസുതി എന്ന് പറയുന്ന കൊല്ലസുതിയുടെ വൈഫാണ്, വിധവയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. വിധവ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാമല്ലോ. അപ്പൊ നമ്മളെല്ലാവരും എന്നും സഹതാപത്തോടെ അന്ന് ബോഡിക്ക് ചുറ്റിയിരുന്ന് കരഞ്ഞ ആ ഒരു പെൺകുട്ടിയെ നമ്മൾ സഹതാപത്തോടെ നോക്കിക്കണ്ട് ഒരു സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടം കൊടുത്ത പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് അതിന്റെ ഒരു അധപ്പതനം കാണുമ്പോൾ നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്. ഞാൻ രേണുസുതിയുടെ പുറകെ സ്കാൻ ചെയ്ത് നടന്ന വീഡിയോ ചെയ്യാറില്ല, എന്നാലും കാണുമ്പോൾ പറയാം. ഏതായാലും ഇവരെ കിളവിന്ന് വിളിച്ചതിനുള്ള മറുപടി കോമഡിയാണ്, അത് കാണാം. ആദ്യം നിന്റെ കഴി ഒന്ന് നേരെ നിർത്താൻ നോക്ക്, നിന്റെ തലയിലോട്ട് നീ നോക്ക്, വല്ല പൂളയുണ്ടാവും. ഇവാളെ കത്തിച്ചുവിട്ടുള്ള തെറിച്ചു വീണ ബാണത്തിൽ നിന്നുണ്ടായവനെ എന്റെ കൈ കെട്ടിയ നിന്റെ രണ്ട് മീശ പിടിച്ചതിന്റെ സമാനത്തെ വലിച്ചു കിട്ടും ഞാൻ. പണ്ട് കിളവൻ 14 ചെറ്റേ കിളവരുടെ ഒരു വീഡിയോ ഇട്ട് നീ അങ്ങ് കേട്ടോ. കിളവി നിന്റെ അമ്മയുടെ 10 തന്തേ കൊണ്ട ഒരു കാത്തു പറഞ്ഞ നീ വീണ്ടും തന്നോ കണ്ട പണിയൊക്കെ മസില നിന്റെ ഈ കുഞ്ഞ സാധനം ഇതുപോലെ അങ്ങോട്ട് ഇതെങ്ങനെ അങ്ങോട്ട് കണ്ടിക്കും. എന്നിട്ട് ഇതിനകത്തോട് കുറച്ച് മുളക് തേച്ച് ഇത് ഇങ്ങനെ അങ്ങോട്ട് തേച്ചിട്ട് കുറച്ച് ഉപ്പും ഇങ്ങോട്ട് പുരട്ടി കുറച്ച് മല്ലിപ്പൊടിയും തേച്ച് ഇതെല്ലാം കൂടെ തേച്ച് ഇതങ്ങോട്ട് ഒന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടയ്ക്കും. എന്നിട്ട് നിന്റെ ഈ കുഞ്ഞ സാമാനം അങ്ങോട്ട് വെച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചതയ്ക്കും. നിന്റെ പെണ്ണുമ്പിള്ള നിനക്ക് തരാത്ത ഞാൻ എന്തോ വേണോ? നിന്റെ പെണ്ണുമ്പിള്ളക്ക് നിന്റെ ഈ മീശ അലർജി ആയിരിക്കും. അപ്പൊ ഇതാണ് കൊടുത്ത മറുപടി. കിളവിന്നൊന്ന് വിളിച്ചത് മാത്രമായേക്കും ഓർമ്മയുള്ളൂ. ഇത് ജയസൂര്യയുടെ സിനിമയിൽ ഏതോ എടാ അവള് നമ്മളെക്കാട്ടും കൂടുതൽ കടപ്പുറമാന്ന് പറയുന്ന പോലെയാണ് എനിക്കിത് കേട്ടപ്പോ തോന്നിയത്. ഭാഷയെല്ലാം മ്യൂട്ട് ചെയ്ത് കേട്ടോണ്ടാണ്. വളരെ തറ മലയാളം പറയുന്നുണ്ട്. വിദേശ മലയാളിയാന്നൊക്കെ എനിക്ക് ആദ്യം തോന്നി, പക്ഷെ മലയാളം അങ്ങോട്ട് മറന്നിട്ടൊന്നുമില്ല, തനി ഭാഷയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഹലോ കൂട്ടുകാരെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ. ഓക്കെ, താങ്ക് യു. പക്ഷെ കിളവി എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല, അങ്ങ് അവരുടെയൊക്കെ പ്രായം തന്നെയുണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും തെറി പറഞ്ഞാലും വേണ്ടില്ല, ഒരു കാര്യം പറയാതിരിക്കാൻ തോന്നുന്നില്ല. തമാശയായിട്ടൊക്കെ പറയാൻ കാണാം. ജിനു ഇത് ചെയ്തപ്പോ നമുക്ക് ചിരിയേ വരുള്ളൂ. ഇതിന്റെ ഉള്ളിലെ അത്ര ഗൗരവത്തിൽ ഉള്ള സംസാരിക്കുന്നില്ല ജിനു, അപ്പം വിടും. പക്ഷേങ്കില് എനിക്കിത് കണ്ടപ്പം നല്ല ചിരി വന്നു. അതൊക്കെ സംഭവം ശരിയാ. പക്ഷെ മറു സൈഡിൽ ഇവർക്ക് കുടുംബവും ഭർത്താവ് മക്കളുടെ മക്കളൊക്കെ ആകാൻ പ്രായമായല്ലോ. അപ്പം അവരൊക്കെ ഈ പരിപാടിയൊക്കെ കാണുമ്പം എന്ത് ബഹുമാനമാണ് കിട്ടുക? അതൊരു ചോദ്യമല്ലേ. പണ്ട് ഇത്രയും വ്ളോഗിൽ ഇത് ചോദിച്ചിട്ടുള്ള ഇവരൊക്കെ എങ്ങനെയാണെന്നുള്ള. ഇവരുടെ ഈ ഇതിൽ തന്നെ നടൻ സുധീറിന് കൈ കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഇവരുടെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഗോഷ്ഠിയൊക്കെ കാണിച്ചിട്ട് വെളിയിൽ ഇറങ്ങി നടക്കാൻ ഇവർക്കൊക്കെ നാണം തോന്നില്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. പക്ഷെ അവർക്ക് നാണമില്ല എന്നുള്ള കാരണം അവർ ബീച്ചിൽ പോകും, എല്ലായിടത്തും പോയി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ വിദേശ സംസ്കാരം അങ്ങ് കയറിയതാ. അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ എനിക്ക് കമന്റ് വരും, ഞങ്ങളൊക്കെ വിദേശത്ത് താമസിക്കുന്നവരാ, ഞങ്ങളാരും ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതും വരും. അതും ഒരു സത്യമല്ലേ.
വിദേശത്ത് പോയെന്ന് കരുതി ഇങ്ങനെ കാണിക്കണമെന്നില്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, വിദേശത്ത് ഈ അടുത്ത് പോയി പഠിച്ചിട്ട് വന്ന പെൺകുട്ടികൾ എറണാകുളത്തുണ്ട്. ഏതായാലും പോയി വന്നതിന് ശേഷം അവർക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന തുണിയുടെ അളവൊക്കെ അവർ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അവരുടെ അമ്മമാര് ആ പെൺകുട്ടികളുടെ കൂടെ വഴിയിലൊക്കെ ഇറങ്ങി ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഇവളുമാരിട്ടിരിക്കുന്ന ഈ വേഷത്തിന്റെ പുറത്ത് കണ്ണു തള്ളി മലയാളി നോക്കും. മലയാളി അന്നും ഇന്നും എത്ര കാലം പുരോഗമിച്ചാലും അതൊക്കെ കാണുമ്പോൾ വായും പൊളിച്ച് നോക്കി നിൽക്കുക. അപ്പൊ അമ്മയ്ക്ക് ആകെ വെപ്രാളം വരുന്നുണ്ട് മകളെ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ. ആ പെൺകുട്ടി വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്ന് ലീവിനൊക്കെ വന്നിട്ടുള്ള പെൺകുട്ടികളെ ഇപ്പൊ ഇഷ്ടം പോലെ അങ്ങനത്തെ കാഴ്ചകളുണ്ട്. അപ്പൊ വിദേശത്ത് പോയി താമസിക്കുന്നവർ ഞങ്ങളെല്ലാം അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലാത്തത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ നല്ലതായിരിക്കാം. പക്ഷെ മലയാളിക്ക് ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് കയറി അനുകരിക്കണം. അതിൽ ഏറ്റവും മോശം എന്താണെന്നുള്ള ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടിട്ടേച്ച് പോയ ഒത്തിരി കാര്യം നമ്മൾ ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ് നിയമങ്ങളിൽ പോലും ബ്രിട്ടീഷുകാർ ഇട്ടേച്ച് പോയ കാര്യമുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ബ്രിട്ടീഷുകാർ പണ്ട് ചെയ്തിരുന്ന എന്തൊക്കെ തെണ്ടിത്തരമുണ്ടോ ആ തെണ്ടിത്തരമൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പൊ തന്നെ ഇപ്പൊ മേലുദ്യോഗസ്ഥരെ സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരിയും വട്ടം ആലോചിച്ചിട്ടുണ്ട്. ഈ താഴേലുള്ള പോലീസുകാര് മുകളിലുള്ള പോലീസുകാരെ CA SA അവരൊക്കെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ലോക്കലായിട്ടുള്ള ഒരു പോലീസുകാരൻ നിങ്ങൾ കേട്ടിട്ടില്ലേ, കേൾക്കുന്നതിന് മൂളുകയല്ല ചെയ്യുന്നത്, മൂളുന്നതിന് വരെ എല്ലാത്തിനും സർ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു അടിമത്തം പോലെയാണ്. അതെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ അതൊന്നും ഇവിടെ മാറ്റി ചെയ്തിട്ടില്ല. അങ്ങനെ പല കാര്യവും മലയാളി ഇംഗ്ലീഷ് പഠിച്ചത് ഒരു വലിയ ഒരു സംഭാവന തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ. പക്ഷെ എന്നാലും മലയാളികൾക്ക് ഈ വൃത്തികെട്ട സംഭവങ്ങളെല്ലാം അനുകരിക്കാൻ വളരെയധികം ഇഷ്ടമുണ്ട്. അതുകൊണ്ട് വിദേശത്ത് ചെല്ലുമ്പോൾ അവരവിടുത്തെ കാലാവസ്ഥയ്ക്കനുസൃതമായിട്ട് വസ്ത്രത്തിന്റെ നീളം കുറയ്ക്കുകയും കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് കണ്ടേച്ച് ഇവിടെ വന്ന് നല്ല തണുപ്പുള്ളപ്പോഴും അതേപോലെ വേഷമിട്ട് നടക്കുന്ന മലയാളി മങ്കമാരിവിടെ ഉണ്ട്. അപ്പം അതേപോലെ ഇവര് ആരാണ് സുജാത CK എന്നായിട്ടിരിക്കുന്നത്. എന്താണേലും ഈ വക ഗോഷ്ഠി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ മോശമാണ്. ഇതിന്റെ അകത്ത് ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ എന്നോട് സംസാരിച്ച ഒരാൾ പറഞ്ഞ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ നടത്തുന്ന സ്ത്രീകളെല്ലാം കൂടെ കൂടി ഇതുപോലെ തുണി പറിച്ചിട്ടാട്ടിയിട്ട് അവർ AC കാറി നടക്കുന്നു, അവർ AC റൂമിലിരിക്കുന്നു, അതിനുള്ളിൽ റൂം അടച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ ഇവർ ഈ ഗോഷ്ഠി കാണിക്കുന്നു. ഇത് കാണിച്ചിട്ട് അവർ ഭൂമിയിലോട്ട് ഇറങ്ങുന്നില്ല, അവർക്ക് കുഴപ്പമില്ല. ഇത് കാണുന്ന 10-16 വയസ്സുള്ള അല്ലെ 10-20 വയസ്സുള്ള ആമ്പിള്ളാരാണ് ഈ സബ്സ്ക്രിപ്ഷന് പൈസ കൊടുത്തെടുക്കുന്നതും കാണുന്നു. എന്നിട്ട് അവർക്ക് ഇതാണോ കത്രി പൂലോ എന്നുള്ള ഒരു പ്രായമാണ്, ടീനേജ് പ്രായത്തിൽ എന്താ സ്ത്രീ എന്നറിയത്തില്ല, അവർ സ്ത്രീയെ അറിയുന്ന ചിലപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കണ്ട് അവര് കഞ്ചാവ് ഓടിച്ച് അവരൊരു വല്ലാത്ത മൂടി നിൽക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരായ നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിൽ വിട്ടിട്ട് അല്ലെ കോളേജ് വിട്ടിട്ട് നമ്മൾ എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റ ഒരാൾ എന്നോട് ചോദിച്ചതാണ്. നമ്മളെങ്ങനെ ടെൻഷൻ ഇല്ലാതെ പണ്ടത്തെ കാലത്ത് നമ്മൾ കിലോമീറ്ററോളം നടന്നാണ് നമ്മളെപ്പോലുള്ളവർ ഞങ്ങളുടെ തലമുറ സ്കൂളിൽ പോകുന്നത്. ഇപ്പോഴത്തെ തലമുറ പിള്ളേരെ അങ്ങനെ സ്കൂൾ ബസ് ഉണ്ട് വിടേണ്ടി വരുന്നില്ല. എന്നാലും കുട്ടികളെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് വിടാൻ ഇപ്പൊ സാധിക്കില്ല. അതിന്റെയൊക്കെ മെയിൻ കാര്യം ഇവരെ പോലുള്ളവർ ഈ തുണി അരച്ചിട്ട് ഈ ആറാടുമ്പോ ഇത് കണ്ടിട്ട് പിള്ളേര് സ്ത്രീ ഇതാണ് ഒരു മാംസം അത്രേ ഉള്ളൂ. എന്റെ ഉപയോഗം ആ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ഒരു കുറെ മാംസപിണ്ഡം ഇങ്ങനെ സ്ത്രീയെ മനസ്സിലാക്കി വെക്കുന്ന കഞ്ചാവ് പഠിച്ചിരിക്കുന്ന ആമ്പിള്ളാര് വഴിയെ പോകുന്ന പെങ്കൊച്ചിനോടോ അല്ലെ അവൻ ഇടപെടുന്ന സ്ത്രീയോടോ മോശമായിട്ട് പെരുമാറാം. അതിന്റെ ഉത്തരം ഇവരാണ് അതിന്റെ ഉത്തരം പറയേണ്ടത്. ഈ സബ്സ്ക്രിപ്ഷൻ നടത്തുന്നവരാണ് അതിന്റെ ഉത്തരവാദികൾ സത്യത്തിൽ. പക്ഷേ ഇവർക്കൊരു കുഴപ്പമില്ല. ഇവരിങ്ങനെ മണിമാളികയെ കയറിയുന്ന AC റൂമിന്റെ അകത്ത് കഥ അടച്ചിരുന്ന് ക്യാമറയുടെ മുന്നിൽ തുണി പറിച്ച് കാണിച്ചു വെച്ച് അവര് ലക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുപോകും. ഇതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്ട് സാധാരണക്കാരെയാണ് കയറി പിടിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവരോട് പറയാനുള്ള ഇത്രയൊക്കെ പ്രായം എത്തിക്കഴിയുമ്പം ഇങ്ങനെയുള്ള ചെയ്ത്തുകളൊക്കെ ചെയ്ത് ബോധമില്ലാത്ത പെമ്പിള്ളാര് ചെയ്യുന്നുണ്ട് കാശിന് വേണ്ടി. പക്ഷെ ഇവരൊക്കെ ജീവിത പരിചയമുള്ളവരല്ലേ, ലോകപരിചയമുള്ളവരല്ലേ. അവരൊന്നും ഇങ്ങനെയൊന്നും ഇതുപോലെ വയറ് കാണിച്ചും വൃത്തികേട് കാണിച്ചും കാശുണ്ടാക്കാൻ നിൽക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്നെ തെറി പറയായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.